കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആലപ്പുഴയ്ക്കും അമ്പലപ്പുഴയ്ക്കും എന്നും സവിശേഷമായ സ്ഥാനമുണ്ട്. വിപ്ലവങ്ങളുടെയും പോരാട്ടങ്ങളുടെയും മണ്ണായി ഇവിടെ നിന്നിപ്പോൾ പുറത്തുവരുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം അത്യധികം ഗൗരവകരമായ വാർത്തകളാണ്. മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന G. സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാനും അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും എടുത്ത തീരുമാനം കേവലം ഒരു പ്രാദേശിക രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ഒന്നാണ്. ദശാബ്ദങ്ങളായി ആലപ്പുഴയിലെ CPM-ന്റെ മുഖമായിരുന്നു G. സുധാകരൻ. പാർട്ടിയുടെ നയരൂപീകരണത്തിലും ഭരണപരമായ കാര്യങ്ങളിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാർട്ടിക്കുള്ളിലെ ചില വിഭാഗീയതകളും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും അകറ്റി. ഭരണ തുടർച്ചയുടെ കരുത്തിൽ മുന്നോട്ട് പോകുന്ന ഇടതുമുന്നണിക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അഴിമതിക്കും ക്രിമിനൽ മാഫിയ രാഷ്ട്രീയത്തിനുമെതിരെയുള്ള തന്റെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. G. സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിന് UDF പിന്തുണ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകി കോൺഗ്രസിന്റെ മുതിർന്ന പ്രാദേശിക നേതാക്കളും UDF ജില്ലാ ഭാരവാഹികളും സുധാകരന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയത് വലിയ വാർത്തയായിരുന്നു. അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച വെറും ഒരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല. പകരം സുധാകരന്റെ വിജയത്തിനായി UDF മിഷനറി മുഴുവൻ അമ്പലപ്പുഴയിൽ സജീവമാകുമെന്ന ഉറപ്പായിരുന്നു അത്. ഈ കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. CPM നേതാക്കൾ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ വീടിന് പുറത്തുനിന്നാണ് സുധാകരൻ സംസാരിച്ചത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളെ വീട്ടിനുള്ളിൽ ഇരുത്തി അദ്ദേഹം ചർച്ച നടത്തി. ഇത് പാർട്ടി നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത പ്രതിഷേധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നു മുതൽ കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനൊപ്പം പ്രചാരണ രംഗത്ത് ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഇത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ സുധാകരന്റെ കരുത്ത് ഇരട്ടിയാക്കും.